ഗ്രാമത്തിലും ഒരു രഹസ്യം മറഞ്ഞിരിക്കുമെന്ന്. പക്ഷെ ചില രഹസ്യങ്ങൾ അത്ര ഭയങ്കരമായതായിരിക്കും. അതായത് അവരുടെ നിഴൽ പോലും മരണത്തെ തന്നിലേക്ക് വലിക്കും. ഇതേ ഗ്രാമത്തിൽ അങ്ങനെയുള്ള ഒരു ശക്തി പല തലമുറകളായി തന്റെ നിഴലിൽ പേടിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പീരിച്ചുമ്പ. അതിന്റെ പേര് കേട്ടതും തന്നെ കാറ്റു നിന്നു പോകുന്നു. ഭൂമി ആകെ സ്തംഭിച്ചു പോകുന്നു. ആത്മാക്കൾ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ കഥ ആ രാത്രിയുടേതാണ്. പീർച്ചുമ്പ തന്റെ വലിയ വേട്ട തുടങ്ങിയ ആ ദിവസം. കത്തിയെരിയുന്ന ആ പ്രേതത്തിനു മുന്നിലായി മാധവ് സ്വയം മറന്നു നിൽക്കുകയാണ്. അവന്റെ കയ്യിൽ ഇപ്പോഴും തീപ്പന്തമുണ്ട്. പക്ഷെ അവന്റെ മുഖത്ത് സങ്കടമില്ല. പ്രേതം കത്തിയെരിയുകയാണ്. പിന്നെ അവൻ അവിടെ തന്നെ നിൽക്കുന്നു. അവൻ വളരെ വ്യത്യാസമായ രീതിയിൽ തന്നോട് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഇനി സമയമില്ല. ഇപ്പോഴും സൂര്യൻ മുഴുവതായിട്ട് മറഞ്ഞിട്ടില്ല. പക്ഷെ അത് താകമായിട്ടുണ്ട്. അത് എനിക്ക് ഫെയിൽ ആവുന്നുണ്ട്. ആ തീപ്പന്തം മാധവ് താഴേക്കിട്ടു. അവിടെ നിന്നും പോകാനായി അവൻ ഒരുങ്ങി. അവൻ അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ 3 പെണ്ണുങ്ങൾ അവന്റെ നേരെ നടന്നു വരുന്നത് അവൻ കണ്ടു. നീലത്തിന്റെ കണ്ണുകൾ കരഞ്ഞു കരഞ്ഞ് ചുവന്നിരിക്കുകയാണ്. അവളുടെ കുഞ്ഞമ്മ കവിത ശ്മശാനത്തിലേക്ക് അവളെ സമാധാനപ്പെടുത്തി കൂട്ടിക്കൊണ്ടു പോവുകയാണ്. രാധ പേടിയോടെ അവരുടെ പുറകെ നടന്നു പോവുകയാണ്. ശ്മശാനത്തിന്റെ ഗേറ്റിനടുത്ത് അവർ ചെന്നെത്തിയതും തന്നെ കവിത അവിടെ തന്നെ നിന്നു. അവർ നീലത്തിനെ തടഞ്ഞു നിർത്തി. നീലം, നിൽക്ക്. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. ഇപ്പോൾ ശ്മശാനത്തിനകത്തേക്ക് കേറണ്ട. ഇന്നത്തെ രാത്രി മോശമായതാണ്. കുഞ്ഞമ്മേ, അമ്മയുടെ ചാമ്പൽ അവിടെ തന്നെയുണ്ട്. ഞാൻ അവിടേക്ക് പോകണം. എനിക്ക് അമ്മയെ ഇങ്ങനെ തനിച്ചു വിടാനാകില്ല. നീലം, അമ്മ പറയുന്നത് കേൾക്ക്. ഗ്രാമത്തിലെല്ലാരും എന്തു പറയുന്നെന്ന് നിനക്കറിയാലോ. പീർച്ചുമ്പയുടെ നിഴൽ ഈ ഗ്രാമത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നുവെന്ന്. അതെല്ലാം അന്ധവിശ്വാസമാണ് രാധേ. എന്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടണം. ഈ പ്രേതങ്ങളുടെ കഥയൊന്നും എന്നോട് പറയല്ലേ. കവിതയും രാധയും എങ്ങനെയോ നീലത്തിനെ അവിടെ നിന്നും വിളിച്ചു കൊണ്ടുപോയി. മാധവ് ദൂരെ നിന്ന് ഇതെല്ലാം നോക്കുകയായിരുന്നു. രാത്രി കവിത തന്റെ വീടിന്റെ വാതിൽക്കൽ അടുപ്പിലെ കരിക്കഷ്ണം 9 വെച്ചു. നീലം ഇപ്പോഴും വളരെ വിഷമത്തോടെ കട്ടിലിരുന്ന് കരയുകയായിരുന്നു. കവിതയും രാധയും തറയിലിരുന്നു കൊണ്ട് അവൾ കരയുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. അവർക്കും അത് വളരെ കഷ്ടമായിരുന്നു. അവർ നീലത്തിനെ സമാധാനിപ്പിക്കാനായി ശ്രമിക്കുകയായിരുന്നു. പക്ഷെ അവരുടെ ഓരോ ശ്രമവും തോറ്റുപോയി. നീ സിറ്റിയിൽ ജീവിക്കുകയാണ്, അതുകൊണ്ട് ഇതൊന്നും നിനക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ പീർച്ചുമ്പ വെറും ഒരു കഥയല്ല, അതൊരു വിശപ്പാണ്. പീർ എന്നാൽ പ്രേതത്തിന്റെ തീ. ചുംബ എന്ന് വെച്ചാൽ ഉമ്മ വെക്കുന്നതാണ്. എന്ന് വെച്ചാൽ അത് തീയെ ഉമ്മ വെക്കുമോ? ഇതെന്തൊരു പേടിയാണ്. ഇല്ല, അത് തീയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന പ്രേതത്തെ ഉമ്മ വെക്കും. ശരീരം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് പുറത്തേക്ക് വരാനായി ശ്രമിക്കും. ആ ക്ഷണമാണ് ആ രാക്ഷസൻ വരുന്നത്. അവൻ തന്റെ വായ് ആ ആത്മാവിന്റെ വായിൽ വയ്ക്കും. എന്നിട്ട് അതിനെ വലിച്ചു കൊണ്ടുപോകും. പിന്നെ ആത്മാവിന് ഒരിക്കലും സ്വർഗത്തിലേക്ക് പോകാനാവില്ല. അത് ഈ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയായിരിക്കും. പീർച്ചുമ്പയുടെ കൂടിനകത്ത് അടഞ്ഞു കിടക്കും. ഇതൊക്കെ മണ്ടത്തരമാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുവരെ ആരും എന്താ അത് കാണാതിരുന്നത്? മാധവ് കണ്ടിട്ടുണ്ട്. അവനാണ് പറഞ്ഞത് നിന്റെ അമ്മയുടെ പ്രേതത്തിനരികിലായി അവൻ നീല നിറം കണ്ടുവെന്ന്. പീർച്ചുമ്പ അതിനടുത്തായിരുന്നുവെന്ന്. നീലം ഇപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ സമ്മതിക്കാൻ തയ്യാറല്ലായിരുന്നു. മറ്റൊരു വശത്ത് നീലത്തിന്റെ അമ്മയുടെ പ്രേതം കത്തിക്കൊണ്ടിരുന്നത് അണഞ്ഞുപോയി. ഇപ്പോൾ അവിടെ കത്തിത്തീർന്ന വെറും ചാമ്പൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ശ്മശാനത്തിന്റെ തൊട്ടടുത്തുള്ള ചെറിയൊരു കുടിലിൽ ഇരുന്നു കൊണ്ട് മാധവ് ചാരായം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ജനാലയിൽ കൂടി കത്തിക്കൊണ്ടിരിക്കുന്ന പ്രേതവും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അണഞ്ഞ ആ ചാമ്പലിന് മുകളിൽ നീല നിറത്തിലുള്ള ഒരു നിഴൽ അവൻ കണ്ടു. ആ പ്രകാശത്തിൽ ഭയങ്കരമായ ഒരു രാക്ഷസൻ പീർച്ചുമ്പ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ടിട്ട് മാധവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. പിന്നെ അവൻ പതുക്കെ എന്തോ പറഞ്ഞു. ഇപ്പോഴാണ് മരണിച്ചത്. അവളെ വിട്ടേക്ക് രാക്ഷസ. ആ രാക്ഷസൻ ആ പ്രേതത്തിനടുത്തേക്ക് കുനിഞ്ഞു. എന്നിട്ട് തന്റെ വായ അവൻ തുറന്നു. അവൻ തീയിൽ നിന്നും വരുന്ന ആ പുക തന്റെ വായ കൊണ്ട് വലിക്കാൻ തുടങ്ങി. വീട്ടിൽ നീലത്തിന് ഉറക്കം വന്നില്ല. അവൾക്ക് അവളുടെ ചെവികളിൽ ചെറിയ എന്തോ ശബ്ദം കേട്ടുകൊണ്ടിരുന്നു.
അതായത് അവളുടെ അമ്മ കരഞ്ഞുകൊണ്ട് അവളോട് സഹായം ചോദിക്കുന്നത് പോലെ. അയ്യോ പൊന്നുമോളെ, എന്നെ രക്ഷിക്കേ, എന്നെ രക്ഷിക്കേ. അവൾ പേടിച്ചെണീറ്റു. അവൾ നോക്കിയപ്പോൾ രാധ അവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കവിതയെ അവിടെ കണ്ടില്ല. നീലം വാതിലിനടുത്തേക്ക് ചെന്നു. കരി കഷ്ണങ്ങൾ ഇപ്പോഴും അവിടെ ലൈനായി ഇരിക്കുകയായിരുന്നു. അവൾ അവിടെ നിന്നും തെരുവിലേക്ക് നോക്കി. അതുവഴി ആരോ ശ്മശാനത്തിലേക്ക് ചെല്ലുന്നത് അവൾ കണ്ടു. അവൾ വിചാരിച്ചു അത് കവിതയാണെന്ന്. നീലം ശബ്ദമുണ്ടാക്കാതെ അവരുടെ പുറകെ ചെന്നു. കുഞ്ഞമ്മേ, നിങ്ങൾ അവിടെ എന്തു ചെയ്യുകയാണ്? കവിത അതിന് ഒരു മറുപടിയും പറഞ്ഞില്ല. അപ്പോഴാണ് നീലത്തിന് അവളുടെ അമ്മ കരയുന്ന ശബ്ദവും സഹായം ചോദിച്ച് നിലവിളിക്കുന്ന ശബ്ദവും എല്ലാ വശത്തു നിന്നും കേൾക്കാൻ തുടങ്ങിയത്. അമ്മേ, അത് നിങ്ങളാണോ? എനിക്ക് നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നു. അവൾ ആ നിഴലിനെ തുടർന്ന് പുറകെ ചെല്ലാൻ തുടങ്ങി. നീലം ആ ശ്മശാനത്തിന്റെ ഗേറ്റിനടുത്തേക്ക് ചെന്നതും തന്നെ അപ്പോഴാണ് അവൾ മനസ്സിലാക്കിയത് അവൾ ഇതിനെ പിന്തുടർന്ന് അവിടേക്ക് വന്നു അത് മറഞ്ഞുപോയെന്ന്. പക്ഷെ അവളുടെ അമ്മ കത്തിയ സ്ഥലത്ത് നീളമുള്ള മുടിയോടുകൂടി ഒരു ലേഡി ഇരിക്കുകയായിരുന്നു. നീലം പേടിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ അവരുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ, നിങ്ങൾ 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 തിരികെ വന്നു കഴിഞ്ഞു അമ്മേ. എനിക്കറിയാം, നിങ്ങൾക്ക് എന്നെ തനിച്ചാക്കിയിട്ട് പോകാനാവില്ല. നീലം ആ സ്ത്രീയുടെ അടുത്ത് ചെന്ന് അവരെ ശ്രദ്ധിച്ചു നോക്കി. അപ്പോൾ പെട്ടെന്ന് ആ സ്ത്രീ പുറകിലോട്ട് തിരിഞ്ഞു. അത് കണ്ട് നീലമാകെ ഞെട്ടിപ്പോയി. അത് മറ്റാരുമല്ല, അവളുടെ അമ്മയുടെ രൂപത്തിലിരിക്കുന്ന പീർ ചുംബയായിരുന്നു അത്. എന്താണിത്? അയ്യോ രക്ഷിക്കണേ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? എന്നെ ഒന്ന് രക്ഷിക്കണേ. നീലം അവിടെ നിന്നും ഓടാനായി ശ്രമിച്ചു. പക്ഷെ അവളുടെ കാലുകൾ ഈർപ്പമുള്ള മണ്ണിൽ പുതഞ്ഞുപോയി. അപ്പോഴാണ് പീർചുംബ തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വന്നത്. അവനെ കാണാൻ നീല നിറത്തിലും വളരെ ഭയങ്കരമായും കാണപ്പെട്ടു. അവൻ പതുക്കെ പതുക്കെ നീലത്തിനടുത്തേക്ക് വരികയായിരുന്നു. അപ്പോഴാണ് കവിതയും രാധയും കയ്യിൽ തീപ്പന്തവും കിണ്ടിയും എടുത്തുകൊണ്ട് അവിടേക്ക് വന്നത്. അവർ നോക്കിയപ്പോൾ നീലം പേടിച്ച് അതേ സ്ഥലത്ത് തന്നെ നിൽക്കുകയായിരുന്നു. പീർചുംബ തന്റെ മുഖം നീലത്തിന്റെ വായിലരികിലേക്ക് കൊണ്ടുപോയി. അവൻ അവളുടെ ജീവനുള്ള ശരീരത്തിൽ നിന്നും അവളുടെ ശ്വാസം എടുക്കാനായി ശ്രമിച്ചു. നീലം, നിന്റെ കണ്ണു മൂടിക്കോ, അവനെ നോക്കരുത്. രാധ മന്ത്രം വായിക്കാൻ തുടങ്ങ്. ഓം നമഃശിവായ, ഓം നമഃശിവായ, ഓം നമഃശിവായ, ഓം നമഃശിവായ. രാധ മന്ത്രം ജപിക്കാൻ തുടങ്ങിയതും തന്നെ കവിത കിണ്ടിയിലുണ്ടായിരുന്ന പവിത്ര ജലം പീർചുംബയുടെ മേലിലേക്ക് ഒഴിച്ചു. ആ വെള്ളം കൊണ്ടതും തന്നെ പീർചുംബ ദേഷ്യത്തോടെയും വേദനയോടെയും നിലവിളിക്കാൻ തുടങ്ങി. അവൻ നീലത്തിനെ അവിടെ തന്നെ വിട്ടു. നീലം തല കറങ്ങി താഴേക്ക് വീണു. പീർചുംബ വളരെ വേഗത്തോടെ കവിതയുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. കവിത ദൂരെ ചെന്ന് മരത്തിലിടിച്ച് താഴേക്ക് വീണു. അവളുടെ കയ്യിലുണ്ടായിരുന്ന തീപ്പന്തം താഴെ വീണു. അത് നേരെ ചെന്ന് പുല്ലിൽ വീണ് അത് കത്തിയെരിയാൻ തുടങ്ങി. ഇത് കണ്ടതും പീർചുംബ എല്ലാം മറന്നിട്ട് ആ തീയെ നോക്കി ഓടാൻ തുടങ്ങി. പ്രേതം കത്തുന്നു എന്ന് വിചാരിച്ച് അവൻ അതിനടുത്തേക്ക് ഓടിച്ചെന്നു. അപ്പോഴാണ് മാധവ് തന്റെ കുടിലിൽ നിന്നും പുറത്തേക്ക് വന്നത്. അവന്റെ കയ്യിൽ മണ്ണെണ്ണ നിറഞ്ഞ ഒരു വലിയ ക്യാൻ ഉണ്ടായിരുന്നു. ഇവന് തീയാണ് ആവശ്യമുണ്ട്. നീലം മോളെ, ഇവിടെ നിന്ന് ഓടിക്കോ. മാധവ് അവിടെ ചെന്ന് എത്തിയതും തന്നെ നീലമും രാധയും നേരെ കവിതയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവർ രണ്ടുപേരും കവിതയെ എണീപ്പിക്കാൻ ശ്രമിച്ചു. കുഞ്ഞമ്മേ, എണീക്ക്, നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. അപ്പോഴാണ് മാധവ് പീർചുംബയുടെ മേലിലേക്ക് മണ്ണെണ്ണ എടുത്തൊഴിച്ചത്. പീർചുംബയ്ക്ക് മനസ്സിലായി അവനെ കുടുക്കാൻ നോക്കുകയാണെന്ന്. അവൻ ആ തീ തന്നിലേക്ക് വലിക്കുന്നത് നിർത്തി. എന്നിട്ട് ദേഷ്യത്തോടെ അവൻ മാധവിനെ നോക്കി. ഉടനെ അവൻ വേഗം മുന്നിലേക്ക് വന്നു. എന്നിട്ട് മാധവിന്റെ കഴുത്തിലേക്ക് പിടിച്ചു. ഇന്ന് നിന്റെ കഥ പൂർത്തിയാകും. നീ ഒരുപാട് ആത്മാവിനെ ശല്യം ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് രാധ എണീറ്റത്. അവൾ മണ്ണെണ്ണ ഒഴിച്ച സ്ഥലത്ത് മാച്ചസ് കത്തിച്ചിട്ടു. ഉടനെ തീ അവിടെ പരന്നു. പീർചുംബയോടൊപ്പം ചേർന്ന് മാധവും ആ തീയിൽ കുടുങ്ങിപ്പോയി. മാധവ് അങ്കിൾ, പുറത്തേക്ക് വരൂ, തീ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, എന്നെ വിട്ടേക്ക്. ഒരുപക്ഷെ ഞാൻ വന്നാൽ ഇവൻ എന്റെ രൂപത്തിലേക്ക് മാറാൻ ശ്രമിച്ചേക്കും. ഇവൻ എന്നെ തൊട്ടതിനു ശേഷം
ഞാൻ ഇവനെ എന്റെ കൂടെ നരകത്തിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ ഓടിക്കോ, പുറകിലോട്ട് കാണണ്ട. രാധയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. ഇവിടെ നിന്ന് പോയിക്കോ രാധ, ഇത് ഞാൻ ചെയ്ത പാവത്തിന് ശിക്ഷയാണ്. ഇപ്പോൾ ഇവൻ മരണത്തിന് സമയം വന്നു. നീലം എങ്ങനെയോ രാധയെ സമാധാനപ്പെടുത്തി. പിന്നെ രണ്ടുപേരും ചേർന്ന് കവിതയെ പിടിച്ചെണീപ്പിച്ചു. അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി. കുറച്ചു സമയത്തിനകം മാധവ് ആ തീയിൽ കത്തിയെരിഞ്ഞു. പീർച്ചുമ്പ അവന്റെ ആത്മാവ് വലിച്ചെടുക്കാനായി ശ്രമിച്ചപ്പോൾ അവനും ആ തീയിൽ ചാമ്പലാകാൻ തുടങ്ങി. കാരണം മാധവിന്റെ ആത്മാവ് നരകത്തിന്റെ അവകാശിയാണ്. കുറച്ചു സമയത്തിനകം മാധവും പീർച്ചുമ്പയും രണ്ടുപേരും ചാമ്പലായി മാറി. ആ ശ്മശാനത്ത് അവരുടെ ചാമ്പൽ തറയിൽ കിടക്കുകയായിരുന്നു. പിന്നെ 4 ചുറ്റിലും വീണ്ടും സമാധാനമുണ്ടായി. അടുത്ത ദിവസം രാവിലെ നീലം, രാധ പിന്നെ കവിത ഒരു മരത്തിനടിയിൽ ഇരിക്കുകയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം കവിതയ്ക്ക് പതുക്കെ പതുക്കെ ഓർമ്മ തിരികെ വന്നു. 3 പേരും ആ ശ്മശാനത്തിലേക്ക് നോക്കി. അവിടെ നിന്നും ഭയങ്കരമായ ഒരു കറുത്ത പുക മുകളിലേക്ക് പറന്നു പോകുന്നത് അവർ കണ്ടു. അത് ശരി, അവൻ മരിച്ചു കാണുമോ? മാധവ് തന്നെ ബലിയാക്കി. അവൻ ഹൃദയത്തിന്റെ ആഗ്രഹം കാണിച്ച് പീർച്ചുമ്പയെ കുടുക്കി. അതിപ്പോൾ രണ്ടുപേരെയും നശിപ്പിച്ചു. പെട്ടെന്ന് തെളിഞ്ഞ ആകാശത്തിലെ മേഘങ്ങൾ കറുപ്പാകാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് 3 പേരും പേടിച്ചുപോയി. ഒരു വലിയ കാൽത്തടം അവിടെ കാണാൻ സാധിച്ചു. അവൻ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്.